ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് ലേറ്റ് ആയി പോയി. അത് വേറൊന്നുമല്ല, ജസ്റ്റ് സത്യത്തിൽ നമ്മൾ വീഡിയോ ഇടണ്ട എന്ന് കരുതിയതാണ്. പക്ഷേ നമുക്കിപ്പോൾ കുറച്ച് മുൻപ് കുറച്ചൊരു ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടാന്ന് വിചാരിച്ചത്. അപ്പൊ അതിന്റെ കാരണം എന്താ വെച്ചാല്, നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ടും കുറച്ച് നാളുകളായിട്ട് നമ്മുടെ ഫേസ് പാക്കിന്റെ റിവ്യൂസ് ഓരോ യൂട്യൂബ് ചാനലിൽ കാണുന്നുണ്ട്. നില ലൈഫ് സ്റ്റൈൽ മലയാളം ചേച്ചിയുടെ രോഷിനി ചേച്ചിയുടെ പാക്ക് ട്രൈ ചെയ്തപ്പോൾ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിനെ സംബന്ധിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഡേ ബൈ ഡേ പുതിയ പുതിയ പാക്കുകളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇൻക്ലൂഡിങ് ആയുർവേദ ഇൻഗ്രീഡിയൻസ്, മഞ്ചിഷ്ട സംതിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടമായിരുന്നു, എനിക്ക് നല്ല സന്തോഷമായിരുന്നു അത് കാണുമ്പോൾ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഒരു ഫേസ് പാക്ക് നന്നായി എന്ന് പറഞ്ഞിട്ട് നല്ല റിസൾട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. അതുകൊണ്ട് ഞാൻ അത് കണ്ട് സന്തോഷിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അത് ഇപ്പൊ എനിക്കൊരു വീഡിയോ ഇടേണ്ട കാര്യം, അത് എനിക്ക് ഓൾറെഡി എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. എനിക്ക് കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. നമ്മൾ ഇങ്ങനത്തെ പ്രോഡക്ട്സും അതുപോലെ തന്നെ ഇങ്ങനത്തെ ഇൻഗ്രീഡിയൻസിനൊക്കെ കാണിക്കുമ്പോൾ എനിക്ക് കുറച്ച് ഇഷ്യൂസ് വന്നിരുന്നു. ചിലപ്പോൾ ചാനൽ നിർത്തേണ്ടി വരും, സെയിൽ കംപ്ലീറ്റ് നിർത്തേണ്ടി വരും എന്നൊക്കെ. അപ്പോൾ അത് വീണ്ടും ഇഷ്യൂ തലപൊക്കിയേക്കാണ്. എന്താ വെച്ചാല് നമ്മുടെ ചാനലിൽ ഓൾറെഡി ഞാൻ കുറെ കണ്ടന്റ്സ് ഇപ്പൊ ഹൈഡ് ചെയ്തു. കാരണം എനിക്ക് ഇഷ്യൂസ് വന്നതുകൊണ്ട് ഈ ഒരു കാരണം പറഞ്ഞിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇത് കണ്ടിട്ട് മറ്റുള്ള ചാനൽസ് അത് ഇമിറ്റേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് എനിക്ക് വീണ്ടും ഇഷ്യൂ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് എന്റെ പേര് ഞാൻ കാണിച്ചു തരട്ടെ, ഒരു മിനിറ്റ്. ആ ഫോട്ടോ എന്താ വെച്ചാല് അത് ഫോട്ടോ അടക്കം വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാല് ഒരു പെർമിഷൻ ഇല്ലാണ്ട് ഒരു യൂട്യൂബറിന്റെ ഫോട്ടോയും അതുപോലെ തന്നെ കണ്ടന്റും എന്താ പറയാ ഇങ്ങനെ എടുത്ത് ഉപയോഗിക്കരുത്. അപ്പൊ ഇത് മാത്രമൊന്നുമല്ല, ഇനിയും ഉണ്ട് കുറെ. അപ്പൊ ഞാൻ ജസ്റ്റ് ഇപ്പോ ഇതൊക്കെ കാണിക്കാൻ കാരണം എനിക്ക് നല്ല താല്പര്യമായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്കൊരു ഇഷ്യൂ വന്നതുകൊണ്ടാണ് എനിക്കിപ്പോ ഇത് വന്ന് പറയേണ്ടി വരുന്നത്. കാരണം എന്റെ പഴയ ഇഷ്യൂ അത്യാവശ്യം ഒന്ന് സോൾവ് ആയിട്ടിരിക്കുന്ന സമയത്ത് വീണ്ടും എനിക്ക് കുറച്ച് കംപ്ലൈന്റ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ കാണിച്ചതുകൊണ്ട് ഇങ്ങനെ ബഡ്ഡിങ് യൂട്യൂബേഴ്സ് വീണ്ടും അതേ രീതിയിൽ തന്നെ തെറ്റുകൾ വീണ്ടും അങ്ങനെ, അതായത് ഇങ്ങനെ ആയുർവേദിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും ചെയ്യുകയാണെങ്കിൽ അതെല്ലാം എന്റെ ചാനലിനെയും അതുപോലെ തന്നെ എന്റെ പേരും വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്കത് പ്രശ്നമാണെന്നുള്ള കാര്യം സൂക്ഷിക്കാൻ പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് ഓരോരുത്തരുടെ അടുത്ത് പോയിട്ട് പറയുമ്പോൾ അവരെങ്ങനെയാണ് എടുക്കുക എന്നറിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു ചാനലിൽ ഇങ്ങനെ ഇടാന്ന്. പാർക്കിങ്ങിലും എന്താ പറയാ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി. കാരണം എന്താ വെച്ചാൽ എനിക്ക് നിങ്ങളൊക്കെ നന്നായി കാണാൻ ആഗ്രഹം. പക്ഷെ എനിക്കിപ്പോ ഒരാൾ ഇട്ടിട്ട് വേണമെങ്കിൽ എനിക്കൊരു ജലസി ആണെങ്കിൽ ഒരാൾ ഇട്ടുമ്പോൾ തന്നെ ചെന്നിട്ട് എനിക്ക് പറയായിരുന്നു നിങ്ങൾ ഇടരുത് കേട്ടോ, എനിക്ക് ഇഷ്ടമില്ല എന്ന്. പക്ഷെ അതൊന്നല്ല, എനിക്ക് എല്ലാവരും നന്നായിരിക്കണം എന്ന് ആഗ്രഹം. പക്ഷെ എനിക്കൊരു ഇഷ്യൂ വരുമ്പോൾ നിങ്ങളുടെ അടുത്ത് അല്ലാണ്ട് ഞാൻ ആരുടെ അടുത്താ വേറെ പറയാം. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ചാനലിലത്തെ എന്താ പറയുക ഇങ്ങനത്തെ ആയുർവേദിക് അതുപോലെ തന്നെ അങ്ങനെയുള്ള കണ്ടന്റ് ഉൾപ്പെടുന്നത് നിങ്ങൾ പരമാവധി, പ്രത്യേകിച്ച് നമ്മൾ പ്രോഡക്ട്സ് അതൊക്കെ നമ്മൾ പാറ്റന്റിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുള്ളതാണ്. സെയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതിനൊക്കെ പാറ്റന്റ് എടുത്തിട്ടാണ് ചെയ്യുക. അപ്പൊ അത് വേറൊരു ഇഷ്യൂ ആയിട്ട് വരും, അതായത് കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. അപ്പൊ അതൊക്കെ ഒരു ഭാഗത്തോടെ നിൽക്കട്ടെ. പക്ഷെ നിങ്ങളും കൂടി നിങ്ങൾ ഓരോരുത്തരും ഇത് ചെയ്യുന്ന നമ്മുടെ സഹോദരന്മാർ, സഹോദരികളെ, കൂടുതൽ സഹോദരികളാണ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് കൂടി ഇഷ്യൂ ആണ്, ചാനലിന് ഇഷ്യൂ ആണ്. നിങ്ങൾ അത്യാവശ്യം വളർന്ന് ഒരു ചാനൽ എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ കഷ്ടപ്പെട്ടാണ് നമ്മളിത് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് എനിക്കറിയാം. കാരണം അത്രയും കഷ്ടപ്പെട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്നത് അത് എന്താ പറയുക ഫലമില്ലാണ്ടായി പോകും. കാരണം അതിന്റെ ഒപ്പം തന്നെ എന്റെ ചാനലും പോകും. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പേര്, കണ്ടന്റ്, ഫോട്ടോസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കുമ്പോഴും അതേപോലെ തന്നെ അതിനൊക്കെ ഓരോ കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് കോപ്പിറൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് നമ്മുടെ ചാനല് എന്താ പറയാ ചാനലിന് ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ ഞാനായിട്ട് അത് ചെയ്യില്ല. കാരണം എനിക്ക് അങ്ങനെ ഒരാളെ ചെയ്യണമെന്നില്ല. പക്ഷെ ഒരു ഇഷ്യൂ വരുമ്പോൾ നമ്മളെല്ലാവരും ആ ഇഷ്യൂല് ഉൾപ്പെടുന്നവരായിരിക്കും. ഇപ്പൊ ഞാൻ മാത്രമായിട്ട് നിൽക്കുന്നത്. കാരണം ഞാനാണ് ഇതൊക്കെ കാണിച്ചതെന്നാണ്. മെയിനായിട്ട് എനിക്കാണ് ഇഷ്യൂ വന്നിട്ടുള്ളത്. പലരും കാണിക്കുന്നുണ്ട് യൂട്യൂബിൽ, പക്ഷെ മെയിനായിട്ട് എനിക്കാണ് ഇഷ്യൂ വന്നിട്ടുള്ളത്. കാരണം അതെന്താന്ന് എനിക്കറിയില്ല, അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതിൽ പെടാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള കണ്ടന്റും അതേപോലെ തന്നെ പേര്, ചാനലിന്റെ കാര്യങ്ങൾ ഇതൊന്നും ഉൾപ്പെടുത്തിയിട്ട് ചെയ്യാതിരിക്കുക. എന്താ പറയുക, എന്റെ റിക്വസ്റ്റ് ആണ്. കാരണം ഇതൊരു പ്രശ്നമായിട്ട് വരും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഈ കാര്യം പറയാനാണ് ഞാൻ ഇങ്ങനെ ഒരു പെട്ടെന്നൊരു വീഡിയോ ഇടാന്ന് വിചാരിച്ചത്. കാരണം എന്താ വെച്ചാല് എനിക്ക് വന്നു ഇഷ്യൂ കുറച്ച് മുൻപാണ് അത് ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കുക ഇങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ ഇങ്ങനെ ഒരു ചാനലിൽ ഞാൻ ആദ്യം വിചാരിച്ചത് നമുക്ക് സ്റ്റോറീസിൽ വരാമെന്നാണ്. പക്ഷെ അതെല്ലാവരും കാണണമെന്നില്ല. അപ്പോൾ നമ്മുടെ തമ്പനയിലൊക്കെ സെറ്റ് ചെയ്തിട്ട് വരുമ്പോഴാണ് എല്ലാവരും തുറന്നു നോക്കുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ എന്ന് അറിയുള്ളൂ. പക്ഷെ നമ്മൾ സ്റ്റോറീസിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും കാണണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു ചാനലിൽ ഇങ്ങനെ വീഡിയോ ആയിട്ട് ഇടാന്ന്. അപ്പൊ ആർക്കെങ്കിലും ഹേർട്ട് ആയിട്ടുണ്ടെങ്കിൽ സോറി കേട്ടോ. കാരണം എന്താ വെച്ചാല് നിവർത്തിക്കേടോണ്ടാണ് കേട്ടോ.
അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇനി തുടങ്ങിയിട്ട് ഇങ്ങനെയുള്ള കണ്ടന്റും അതേപോലുള്ള എന്താ പറയാ പേര്, ചാനലിന്റെ പേര്, അതേപോലെ ഫോട്ടോസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കുമ്പോഴും അതേപോലെ ഇങ്ങനത്തെ ആയുർവേദിക് എന്ന് അങ്ങനെയുള്ള സംഭവങ്ങൾ, അതായത് അങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് എടുത്ത് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് എൻ്റെ പേര് കാര്യങ്ങളൊന്നും അതിൽ വെക്കരുത്. കാരണം ഇഷ്യൂസ് എനിക്കാണ് വരുന്നത്. കാരണം നിങ്ങളൊക്കെ ഇങ്ങനെ വളർന്നു വരുന്നുള്ളൂ. കാരണം ഞാനാണിപ്പോൾ നിങ്ങളെക്കാൾ അതായത് കുറച്ച് ചാനൽ സബ്സ്ക്രൈബേഴ്സ് കൂടുതലുള്ളത്. അത്ര വലിയ ഉയർന്നു ഞാൻ പറയുന്നില്ല. കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കൂടുതലായിട്ട് നിൽക്കുന്നത് ഞാനാണ്. അപ്പൊ എനിക്കാണ് നേരിട്ട് ഇഷ്യൂ വരുന്നത് എൻ്റെ അടുത്തേക്കാണ്. ഇപ്പൊ അതാണ് വന്നുകൊണ്ടിരിക്കണേ. അപ്പൊ അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് എനിക്ക് അങ്ങോട്ട് എന്താ പറയാ തുറന്നു പറയാം അതെനിക്ക് പറ്റുന്നില്ല. അതും തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ വേറൊരു ഇഷ്യൂ ആയി മാറും. അത് ഭയങ്കര പ്രശ്നമാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ നാളെ തുടങ്ങിയിട്ട് നമ്മുടെ സ്കിൻ കെയർ Day 1 Day 2 എന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. സ്കിൻ കെയർ ചാലഞ്ച് ഒന്നല്ല കേട്ടോ, ജസ്റ്റ് സ്കിൻ കെയറിനെ കുറിച്ചിട്ട്. അപ്പൊ നാളെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും എല്ലാവർക്കും ശുഭരാത്രി. എല്ലാവർക്കും എന്താ പറയാ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആരും നെഗറ്റീവായിട്ട് എടുക്കരുത്. എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. കാരണം ഒരാളെ നമ്മൾ ദ്രോഹിക്കണമെന്ന് വിചാരിച്ചിട്ടില്ല. പക്ഷെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആളുകളെല്ലാം ഞാനടക്കം പ്രശ്നത്തിലേക്ക് പോവാണ്. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.